नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंदा। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुगमुखात् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्ठिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। श्रीमद् भागवतम പഞ്ചമസ്കന്ധം 12-ാമത്തെ അധ്യായം. രഘുഗണ രാജാവും ജഡഭരതനും തമ്മിലുള്ള സംഭാഷണം. ശ്ലോകം 10 മുതൽ 13 വരെ വായിക്കാം. ഏവം കൃശം സ്ഥൂലമണുർബൃഹത്യ അസച്ച സജ്ജീവമജീവമന്യത് ദ്രവ്യസ്വഭാവാശയകാലകർമ്മ കർമ്മം നാംനാജയാ അവേഹി കൃതം ദ്വിതീയം. ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകം അനന്തരം ത്വബഹിർബ്രഹ്മസത്യം പ്രത്യക് പ്രശാന്തം ഭഗവച്ഛബ്ദസംജ്ഞം യദ്വാസുദേവം കവയോ വദന്തി. രഘുഗണേ തത്തപസാനയാതി ന ചേജ്യയാ നിർവപണാദ് ഗൃഹാദ് വാ ന ഛന്ദസാ നൈവ ജലാഗ്നിസൂര്യൈ വിനാ മഹത്പാദരജോഭിഷേകം. യത്രോത്തമ ശ്ലോകഗുണാനുവാദ പ്രസ്തൂയത്തെ ഗ്രാമ്യകഥാവിഘാതഃ നിഷേവ്യമാണോനുദിനം മുമുക്ഷോ മതീം സതീം യച്ഛതി വാസുദേവേ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ബേബി മാധവജി വായിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം അധ്യായം 12. രഘുഗണ മഹാരാജാവും ജഡഭരതനും തമ്മിലുള്ള സംഭാഷണം. ശ്ലോകം 10. ഏവം കൃശം സ്ഥൂലമണുബൃഹത് യദ് അസച്ച സജീവം അജീവം അന്യത് ദ്രവ്യസ്വഭാവാശയകാലകർമ്മ നാംനാജയാ അവേഹി കൃതം ദ്വിതീയം. വിവർത്തനം. ഈ ലോകത്തിന് യഥാർത്ഥവും ആത്യന്തികവുമായ അസ്തിത്വമില്ലാത്തതിനാൽ ഇതിനുള്ളിലെ കാര്യങ്ങളെല്ലാം ഹ്രസ്വത, വ്യത്യസ്തങ്ങൾ, സ്ഥൂലത, ശുഷ്കത, ചെറുത് വലുത്, ഫലം, കാരണം, ജീവലക്ഷണങ്ങൾ, വസ്തുക്കൾ മുതലായവ ഭാവനകളാണ്. അവയെല്ലാം മണ്ണിനാൽ നിർമ്മിതങ്ങളായ കലങ്ങൾ മാത്രമാണ്. പക്ഷേ അവയ്ക്ക് വിവിധ നാമങ്ങൾ നൽകിയിരിക്കുന്നുവെന്ന് മാത്രം. വസ്തു, പ്രകൃതി, പ്രവണത, കാലം, കർമ്മം എന്നിവകളാൽ വിഭിന്നതകൾ വർണ്ണിച്ചിരിക്കുന്നു. ഭൗതിക പ്രകൃതിയാൽ സൃഷ്ടിക്കപ്പെട്ട യാന്ത്രികമായ ആവിഷ്കാരങ്ങൾ മാത്രമാണ് ഇവയെല്ലാമെന്ന് നീ അറിഞ്ഞിരിക്കണം. ശ്ലോകം 11. ജ്ഞാനം വിശുദ്ധം പരമാർത്ഥം ഏകം അനന്തരം ത്വബഹിർബ്രഹ്മ സത്യം പ്രത്യക് പ്രശാന്തം ഭഗവത് ശബ്ദസമജ്ഞം യദ്വാസുദേവം കവയോ വദന്തി. വിവർത്തനം. അപ്പോൾ ആത്യന്തിക സത്യം എന്നത് എന്താണ്? ദ്വൈതമല്ലാത്ത ജ്ഞാനമാണ് ആത്യന്തിക സത്യം എന്നാണ് ഉത്തരം. അത് ഭൗതിക ഗുണങ്ങളുടെ മാലിന്യമില്ലാത്തതാണ്, നമുക്ക് മോചനം നൽകുന്നതാണ്, അദ്വിതീയവും സർവ്വവ്യാപിയും ഭാവനയ്ക്ക് അതീതവുമാണ്. ആ ജ്ഞാനത്തിന്റെ പ്രഥമ സാക്ഷാത്കാരം ബ്രഹ്മമാകുന്നു. ക്ലേശങ്ങളില്ലാതെ അദ്ദേഹത്തെ ദർശിക്കാൻ ശ്രമിക്കുന്ന യോഗികൾ
പരമാത്മാവിനെ സാക്ഷാത്കരിക്കുന്നു. സാക്ഷാത്കാരത്തിന്റെ രണ്ടാമത്തെ തലമാണിത്. ആത്യന്തികമായി അതേ പരമജ്ഞാനത്തിന്റെ പൂർണ്ണമായ സാക്ഷാത്കാരം പരമോന്നതനായ വ്യക്തിയിൽ സാക്ഷാത്കരിക്കുന്നു. ബ്രഹ്മത്തിന്റെയും പരമാത്മാവിന്റെയും മറ്റുള്ളവയുടെയും എല്ലാം കാരണമായ ആ പരമോന്നത വ്യക്തി വാസുദേവനാണെന്ന് എല്ലാ പണ്ഡിതന്മാരും പറയുന്നു. ഹരേ കൃഷ്ണ. ശ്ലോകം 12. രഘുഗണ ഏതത്തപസാനയാതി ന ചേജ്യയാ നിർവപണാഗൃഹാദ്വാ ന ഛന്ദസാ നൈവ ജലാഗ്നി സൂര്യ വിനാ മഹത്പാദരജാഭിഷേകം. വിവർത്തനം. എന്റെ പ്രിയപ്പെട്ട രഘുഗണ രാജാവേ, ഒരു മഹാഭക്തന്റെ പങ്കജപാദങ്ങളിലെ ധൂളി ശരീരമാസകലം വാരിപ്പൂശാൻ അവസരം ലഭിക്കാത്ത ഒരുവനും ആത്യന്തിക സത്യത്തെ സാക്ഷാത്കരിക്കാനാവില്ല. ബ്രഹ്മചര്യം അനുഷ്ഠിച്ചതുകൊണ്ടോ ഗൃഹസ്ഥ ജീവിതത്തിന്റെ നിയമങ്ങളും ക്രമങ്ങളും കർശനമായി പാലിച്ചതുകൊണ്ടോ വാനപ്രസ്ഥനായി ഭവനം വിട്ടുപോയതുകൊണ്ടോ സന്യാസം സ്വീകരിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ശൈത്യകാലത്ത് ജലത്തിൽ മുങ്ങി നിന്നോ വേനൽക്കാലത്ത് സൂര്യന്റെ കൊടും താപത്തിനു താഴെ അഗ്നിജ്വാലകൾക്കുള്ളിൽ നിന്നോ കഠിന തപസ് അനുഷ്ഠിച്ചതുകൊണ്ടോ മാത്രം ഒരുവന് ആത്യന്തിക സത്യസാക്ഷാത്കാരം സാധ്യമാവില്ല. ആത്യന്തിക സത്യത്തെ അറിയുന്നതിന് വേറെയും ധാരാളം പ്രക്രിയകളുണ്ട്. പക്ഷേ ഒരു മഹാഭക്തന്റെ കാരുണ്യം നേടുന്ന ഒരുവന് മാത്രമേ ആത്യന്തിക സത്യം വെളിപ്പെട്ടു കിട്ടുകയുള്ളൂ. ഹരേ കൃഷ്ണ. ശ്ലോകം 13. യത്രോത്തമ ശ്ലോക ഗുണാനുവാദ പ്രസ്തൂയതേ ഗ്രാമ്യ കഥാ വിഗാദ നിഷേവ്യമാന അനുദിനം മുമുക്ഷോ മതി സതീം യച്ഛതി വാസുദേവേ. വിവർത്തനം. പരിശുദ്ധ ഭക്തന്മാരെന്ന് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ആരെയൊക്കെയാണ്? പരിശുദ്ധ ഭക്തന്മാരുടെ ഒരു സഭയിൽ രാഷ്ട്രീയവും സാമൂഹിക ശാസ്ത്രവും പോലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. പരിശുദ്ധ ഭക്തന്മാരുടെ സഭയിൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ഗുണങ്ങളും രൂപങ്ങളും ലീലകളും മാത്രമേ ചർച്ച ചെയ്യപ്പെടുകയുള്ളൂ. അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവ്വം സ്തുതിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യുന്നു. പരിശുദ്ധ ഭക്തന്മാരുടെ സഹവാസത്തിൽ അത്തരം വിഷയങ്ങൾ ആദരവോടെ നിരന്തരം ശ്രവിക്കുന്ന ആത്യന്തിക സത്യത്തിന്റെ അസ്തിത്വത്തിൽ അലിഞ്ഞു ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പോലും ക്രമേണ വാസുദേവന്റെ സേവനത്തിലേക്ക് ആകർഷിക്കപ്പെടും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ബേബി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ജഡഭരതൻ രഘുഗണനുണ്ടായിരുന്ന സംശയം, ശരീരവും ആത്മാവും തമ്മിൽ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്, ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ ആത്മാവിനെയും ബാധിക്കുന്നതാണ് എന്നതായിരുന്നു രഘുഗണ രാജാവിന്റെ വാദം. എന്നാൽ ജഡഭരതൻ പറയുന്നത് ശരീരവും ആത്മാവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അത് വളരെ വ്യത്യസ്തമാണ്. ശരീരത്തിനുണ്ടാകുന്ന കാര്യങ്ങൾ ഒരിക്കലും ആത്മാവിനെ ബാധിക്കുന്നതേയില്ല. രണ്ടും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവത്തോട് കൂടിയിട്ടുള്ളതാണ്. ഒന്ന് വളരെ താൽക്കാലികമായിട്ടുള്ളതാണ്, ഒന്ന് എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി എന്താണ് നിലനിൽക്കുന്നത്, എന്താണ് നശിച്ചു പോകുന്നത്, എന്താണ് ക്ഷണികമായിട്ടുള്ളത്, എന്താണ് എല്ലാ കാലത്തും നിലനിൽക്കുന്ന പരമസത്യം എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഭൗതിക ലോകത്തിന്റെ സ്വഭാവത്തിനെ കുറിച്ച് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ജഡഭരതൻ വിശദമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ കാണുന്ന എല്ലാ വസ്തുക്കളും പരമാണുക്കളുടെ അല്ലെങ്കിൽ ഈ ഭൗതിക വസ്തുക്കളുടെ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം ഇങ്ങനെയുള്ള ഭൗതിക വസ്തുക്കളുടെ കണികകൾ കൊണ്ട്, പരമാണുക്കൾ കൊണ്ട് നിർമ്മിച്ചതാണ്. അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപവും ഭാവവുമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അത് നിർമ്മിച്ചിട്ടുള്ള പരമാണുക്കൾ പോലും താൽക്കാലികമാണ് എന്ന് ജഡഭരതൻ പറഞ്ഞു. അപ്പോൾ ഭൗതിക ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും അത് നിർമ്മിച്ചിട്ടുള്ള പരമാണുക്കളടക്കം, ആറ്റങ്ങളടക്കം താൽക്കാലികമാണ്, ക്ഷണികമാണ്, അതെല്ലാം ക്ഷരമാണ് എന്നാണ് ജഡഭരതൻ പറഞ്ഞത്. അതെല്ലാം ക്ഷരമാണ്, അതെല്ലാം നശിച്ചു പോകുന്നതാണ്. ഈ ഭൗതിക ലോകം നിർമ്മിച്ചിട്ടുള്ള വസ്തു പോലും നശിച്ചു പോകുന്നതാണ്, അത് പെർമനന്റ് ആയിട്ടുള്ള വസ്തുവല്ല എന്ന് ജഡഭരതൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ആ പരമാണുക്കളെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വസ്തുക്കളും വളരെ ക്ഷണികമാണ്, അതിന് സ്ഥിരമായിട്ടുള്ള ഒരു നിലനിൽപ്പില്ല, അതെല്ലാം താൽക്കാലികമാണ്. നമ്മൾ കാണുന്ന എല്ലാ വസ്തുക്കളും ഈ നശിക്കുന്ന
പരമാണുക്കളെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. അതിന്റെ സ്വഭാവം ക്ഷരമാണ്, അശാശ്വതമാണ് എന്ന് ജഡഭരതൻ പറഞ്ഞതാണ്. ഭഗവാൻ ഗീതയിലും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ ലോകം എന്ന് പറയുന്നത് അശാശ്വതം, അനിത്യം, അസുഖം ലോകം, അനിത്യം, നിത്യമല്ലാത്തതാണ്. ദുഃഖാലയം, അശാശ്വതം, അശാശ്വതം, നിലനിൽപ്പില്ലാത്തതാണ് ഈ ലോകം. ഈ ലോകത്തിലുള്ള ഒരു വസ്തുവിനും ഒരു നിലനിൽപ്പുമില്ല, അതെല്ലാം നശിച്ചു പോകുന്നതാണ് എന്നാണ് അത് സൃഷ്ടിച്ചിട്ടുള്ള ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. അത് പൂർണ്ണമായിട്ടും സാക്ഷാത്കരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ജഡഭരതൻ. അതുകൊണ്ട് ജഡഭരതനും പറയുന്നു, ഇവിടെയുള്ള ഒരു വസ്തുവും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നതല്ല, അതെല്ലാം വളരെ താൽക്കാലികമായിട്ട് മാത്രം ഉള്ളതാണ്. ഭൗതിക വസ്തുക്കളുടെ ആ പരമാണുക്കളുടെ ഒരു ആവിഷ്കാരം മാത്രമാണ്, താൽക്കാലികമായിട്ടുള്ള ആവിഷ്കാരമാണ് മാത്രമാണ് നമ്മൾ കാണുന്ന എല്ലാ വസ്തുക്കളും. നമ്മളെ ആകർഷിക്കുന്നതും നമ്മൾക്ക് വെറുപ്പുണ്ടാകുന്നതും നമ്മൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതും ആയിട്ടുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ളത് ആ താൽക്കാലികമായിട്ടുള്ള വസ്തുക്കളെ കൊണ്ടാണ്. അതിന്റെ താൽക്കാലികമായിട്ടുള്ള രൂപഭേദങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിന് നമ്മൾ ഓരോ രൂപവും ഓരോ ഭാവവും കാണുന്ന സമയത്ത്, വ്യത്യസ്ത സ്വഭാവം കാണുന്ന സമയത്ത് നമ്മൾ അതിന് ഓരോ പേരുകൾ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഇവിടെ ജഡഭരതൻ പറയുന്നത്. അവയ്ക്ക് വിവിധ നാമങ്ങൾ നൽകിയിരിക്കുന്നു എന്ന് മാത്രം. ഓരോ സ്വഭാവം എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ആ പരമാണുക്കളെ കൊണ്ടാണ്. പക്ഷെ ആ പരമാണുക്കളുടെ ഓരോ ഭാവവും ഭേദവും ഉണ്ടാവുന്നതിനനുസരിച്ച് നമ്മൾ അതിന് ഓരോ പേരുകൾ കൊടുക്കും. താൽക്കാലികമായിട്ട് ഉള്ള രൂപഭേദങ്ങൾ മാത്രമാണ്. ഒരു സമുദ്രത്തിൽ നിറച്ചുമുള്ളത് ജലം മാത്രമാണ്. പക്ഷെ സമുദ്രത്തിന് ഓരോ സമയം ഓരോ ഭാവം, ഓരോ രൂപഭാവങ്ങളൊക്കെ ഉണ്ടാകും. ആ രൂപഭാവങ്ങൾക്കനുസരിച്ച് നമ്മൾ അതിന് ഓരോ പേരുകൾ കൊടുക്കും. സമുദ്രത്തിൽ ജലം മാത്രമാണുള്ളത്. ആ ജലത്തിന് ചിലപ്പോൾ ഒരു ഭാവമാറ്റം ഉണ്ടാകും. അതിൽ വലിയ ഓളങ്ങൾ ഉണ്ടാകും. ആ ജലം കുറച്ച് മുകളിലേക്ക് പൊങ്ങി കരയിലേക്ക് അടിച്ചു വരും. അതിന് നമ്മൾ തിരമാല എന്ന് പേര് കൊടുക്കും. പക്ഷെ യഥാർത്ഥത്തിൽ തിരമാല എന്ന് പറയുന്നത് എന്താണ്? അത് ജലം തന്നെയാണ്. ജലം കുറച്ച് ഉയർന്നു പൊങ്ങി കരയിലേക്ക് അങ്ങനെ അടിച്ചു വരും. അതാണ് തിരമാല. പക്ഷെ അത് ആത്യന്തികമായിട്ട് എന്ത് തന്നെയാണ്? അത് ജലത്തിന്റെ ഒരു ഭാവമാറ്റമാണ്, രൂപമാറ്റം. അപ്പോൾ അങ്ങനെ താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസത്തിന് നമ്മൾ തിരമാല എന്ന് പേര് കൊടുക്കും. ആ തിരമാലയിൽ വീണ്ടും നുരയും പതയും ഒക്കെ ഉണ്ടാകും. അതും എന്ത് തന്നെയാണ്? അത് ജലത്തിന്റെ മറ്റൊരു രൂപമാറ്റം മാത്രമാണ്. അതിന് നമ്മൾ വേറൊരു പേര് കൊടുക്കും, നുര അല്ലെങ്കിൽ പത എന്ന പേര് കൊടുക്കും. പക്ഷെ ഇതെല്ലാം യഥാർത്ഥത്തിൽ ജലം തന്നെയാണ്. അതേപോലെ മുഴുവൻ ഭൗതിക ലോകത്തിലുള്ള വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ളത് ഒരേ തരത്തിലുള്ള പരമാണുക്കളെ കൊണ്ടാണ്. ആ പരമാണുക്കൾക്ക് താൽക്കാലികമായിട്ട് രൂപവും ഭാവവും ഒക്കെ ഉണ്ടാകും. ജലത്തിൽ നിന്ന് തിരമാല ഉണ്ടാകുന്നത് പോലെ, ജലത്തിൽ നിന്ന് നുരയും പതയും ഉണ്ടാകുന്നത് പോലെ ആ പരമാണുക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളും ഭാവങ്ങളും, ചിലത് വലുത്, ചിലത് ചെറുത്, ചിലത് നമ്മൾക്ക് ഇഷ്ടമുള്ളത്, ചിലത് നമ്മൾക്ക് ഇഷ്ടമില്ലാത്തത്, ചിലത് വളരെ മെലിഞ്ഞത്, ശുഷ്കിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ താൽക്കാലികമായിട്ടുള്ള ഈ പരമാണുക്കളുടെ രൂപഭാവങ്ങളാണ്. പക്ഷെ അത് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അതിന് ഓരോ പേരുകൾ കൊടുക്കുന്നു എന്ന് മാത്രം. ആത്യന്തികമായിട്ടെല്ലാം ആ വസ്തു തന്നെയാണ്, ഭൗതികമായിട്ടുള്ള വസ്തു തന്നെയാണ്. ആ വസ്തു പോലും താൽക്കാലികമാണ് എന്നാണ് ജഡഭരതൻ പറയുന്നത്. അപ്പോൾ ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും ക്ഷരമാണ്, അക്ഷരമല്ല. ക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിക്കുന്നതാണ്, താൽക്കാലികമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അതൊന്നും ആത്യന്തിക സത്യമല്ല. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും താൽക്കാലികമാണ്, മായികമാണ്. അല്ലെ, കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടങ്ങറിഞ്ഞിരുന്നതു ചില. ആരാണ് പറയുന്നത്? വളരെ ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കണ്ടതൊന്നുമേ സത്യമല്ലെന്നത്. ഇത് സത്യമല്ല. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്, മാറ്റമില്ലാത്തതാണ്. അതിനാണ് സത്യം എന്ന് പറയുന്നത്. സത്യം പരം, ഏറ്റവും ഉന്നതമായിട്ടുള്ളതാണ്. അത് എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. അതിനെ മാത്രമാണ് ജ്ഞാനികൾ സത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രതിഭാസങ്ങളും അസത്യമാണ്, അല്ലെങ്കിൽ താൽക്കാലികമാണ് എന്നാണ് ജഡഭരതൻ
പറയുന്നത്. കണ്ടതൊന്നുമേ സത്യമല്ലെന്നത് മുമ്പേ കണ്ടങ്ങറിഞ്ഞിടുന്നു ചിലർ. ആരാണ്? ജഡഭരതനെ പോലെയുള്ള അജ്ഞാനികൾ, ഭാഗവതന്മാർ, ഭഗവാന്റെ ഭക്തന്മാർ. ഈ ലോകത്തിലുള്ളതെല്ലാം അസത്യമാണ്, അല്ലെങ്കിൽ താൽക്കാലികമാണ്, മായികമാണ്, ക്ഷണികമാണ് എന്ന് കണ്ടറിയുന്നവരാണ് എന്നാണ് പൂന്താനം പറയുന്നത്. അപ്പോൾ അത് രഘുഗണ രാജാവിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും താൽക്കാലികമാണ്. അതിലേതെങ്കിലും നമ്മൾ ഒന്നിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം സത്യമാണ്, ഇതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കണം, ഇതിലെ ഏതെങ്കിലും ഒരു കാര്യം എനിക്ക് നേടണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്താണ് യയാ സമോഹിതാ ജീവ, അസത്യത്തിൽ അല്ലെങ്കിൽ താൽക്കാലികമായതിൽ മോഹിക്കപ്പെട്ട ജീവൻ. പിന്നെ അതിന് എന്താണ് ഉണ്ടാകുന്നത്? അതിന് ഉത്കണ്ഠയും ഭയവും ഒക്കെ ഉണ്ടാകും. എനിക്കത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് സങ്കടം ഉണ്ടാകും, നിരാശയൊക്കെ ഉണ്ടാകും. അസദ്ഗ്രഹാൻ, ഈ ലോകത്തിലുള്ള എല്ലാം അസത്താണ്, നിലനിൽക്കാത്തതാണ് എന്ന് മനസ്സിലാക്കാതെ അതിനെ ആശ്രയിക്കുന്ന ഒരു ജീവനെയാണ് സമ്മോഹിതനായിട്ടുള്ള ജീവൻ, തെറ്റിദ്ധരിക്കപ്പെട്ട ജീവൻ, അജ്ഞാനത്തിൽപ്പെട്ട ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ജീവൻ താൽക്കാലികമായതിനെ ആശ്രയിക്കുന്നത്? പരമമായിട്ട് നിലനിൽക്കുന്നത് എന്താണ് എന്നറിയാത്തത് കൊണ്ടാണ് താൽക്കാലികമായതിനെ ആശ്രയിക്കുന്നത്. ക്ഷണികമായതിനെ കുറിച്ച് അതിന് പരിചയമുള്ളൂ ഭൗതിക ലോകത്തിൽ. അതുകൊണ്ടാണ് ജീവൻ നിലനിൽക്കാത്ത ശരീരത്തെയും സ്വീകരിക്കുന്നത്. ഒരിക്കലും നിലനിൽക്കാത്ത ശരീരത്തിനെയാണ് അത് ആശ്രയിച്ചിരിക്കുന്നത്, സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ അതിനെ നിലനിർത്താൻ വേണ്ടി അത് വലിയ ഉത്കണ്ഠയിൽ പെടുകയും ചെയ്യും. ഇതിനാണ് സമ്മോഹിതമായിട്ടുള്ള ജീവന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ താൽക്കാലികമായതും സത്യമായതും തിരിച്ചറിഞ്ഞാൽ മാത്രമേ ജീവന് പരമസത്യമായിട്ടുള്ള, ഒരിക്കലും നശിക്കാത്ത അക്ഷരമായിട്ടുള്ള വ്യക്തിയെ, ഭഗവാനെ ആശ്രയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് വേർതിരിച്ചറിയാനുള്ള കാര്യങ്ങളാണ് ഇവിടെ ജഡഭരതൻ പറഞ്ഞു കൊടുക്കുന്നത്. ഭൗതിക ലോകത്തിലുള്ള എല്ലാം, ഇതിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും താൽക്കാലികമാണ്. ഒന്നിലും മോഹിക്കപ്പെടേണ്ട ആവശ്യമില്ല. ഈ മുഴുവൻ ലോകം പോലും, അത് നിർമ്മിച്ചിട്ടുള്ള വസ്തുക്കൾ പോലും താൽക്കാലികമാണ്, ക്ഷണികമാണ് എന്നാണ് ജഡഭരതൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ സത്യം എന്താണ്? പരമസത്യമായിട്ടുള്ളത് എന്താണ്? ഒരിക്കലും നശിക്കാത്തത് എന്താണ്? ഒരിക്കലും മാറ്റമില്ലാത്തത് എന്താണ്? നമ്മൾക്ക് എല്ലാവർക്കും ആശ്രയിക്കാവുന്നത് എന്താണ്? ആ പരമസത്യം എന്താണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഇതുവരെ മുഴുവൻ പ്രപഞ്ചവും, അതിൽ കാണുന്ന എല്ലാ വസ്തുക്കളും, വ്യത്യസ്ത ജീവജാലങ്ങളും അതിന്റെ ശരീരങ്ങളും എല്ലാം താൽക്കാലികമാണ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഒരിക്കലും മാറ്റം ഇല്ലാത്തത് എന്താണ്? പരമസത്യം എന്താണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകം അനന്തരം തോ ബഹിർബ്രഹ്മസത്യം പ്രത്യക് പ്രശാന്തം ഭഗവത് ശബ്ദസംജ്ഞം യദ്വാസുദേവം കവയോ വദന്തി. ആ പരമസത്യത്തെയാണ്, ഒരിക്കലും മാറ്റമില്ലാത്ത ആ വ്യക്തിത്വത്തിനെയാണ്, ആ പരമപുരുഷനെയാണ് കവികൾ, ജ്ഞാനികൾ, യഥാർത്ഥ അറിവ് ലഭിച്ച വ്യക്തികൾ കവയോ വദന്തി. വാസുദേവം, ആ പരമസത്യത്തിനെയാണ് ജ്ഞാനികൾ വാസുദേവം അല്ലെങ്കിൽ ഭഗവാൻ വാസുദേവൻ എന്ന് പറയുന്നത്. ഭഗവാൻ വാസുദേവൻ മാത്രമാണ് ഒരിക്കലും മാറ്റമില്ലാത്ത വ്യക്തി എന്ന് പറയും. ഇതാണ് ഭാഗവതത്തിന്റെ ആദ്യം തന്നെ പറയുന്നത്, അല്ലെ? ജന്മാദ്യസ്യതോ അന്യാ ഇതരതശ്ചാർത്ഥേഷു അഭിജ്ഞ സ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തിയ സൂരയ തേജോ വാരി യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാം ധാംനാ എന്താണായിരുന്നു? സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി. ആ ഭഗവാൻ വാസുദേവനാണ് പരമമായിട്ടുള്ള സത്യം എന്നിവിടെ പറഞ്ഞു കൊടുത്തു. ഭഗവാൻ വാസുദേവൻ ഒരിക്കലും ക്ഷണികമല്ല, ക്ഷരമല്ല, അക്ഷരമാണ്. അതുകൊണ്ട് ഭഗവാൻ വാസുദേവനെ ആശ്രയിക്കണം എന്നാണ് ഇവിടെ ജഡഭരതൻ പറഞ്ഞു കൊടുക്കുന്നത്. ഭഗവാൻ ഗീതയിലും പറയുന്നുണ്ട്, ഞാനും എൻ്റെ ലോകവും ഒരിക്കലും നശിക്കാത്തതാണ്. ഇത് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവ്യക്തോ അക്ഷരം ഇത്യുക്തം തസ്മാവു പരമാം ഗതി. അക്ഷരം എന്നാണ് അവിടെ പറയുന്നത്. ഭഗവാനെയും ഭഗവാന്റെ ലോകത്തെയുമാണ് അക്ഷരം എന്ന് പറയുന്നത്. ഈ ഭൗതിക ലോകത്തിനെ ക്ഷരം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ വാസുദേവനാണ് അക്ഷരമായിട്ടുള്ളത്, ആശ്രയിക്കാവുന്നത്,
എന്നാണ് ഇവിടെ ജഡഭരതൻ പറയുന്നത്. ആ വാസുദേവനെ തന്നെയാണ് ജ്ഞാനികൾ ബ്രഹ്മമായിട്ട് മനസ്സിലാക്കുന്നതും ആ വാസുദേവനെ തന്നെയാണ് യോഗികൾ പരമാത്മാവായിട്ട് മനസ്സിലാക്കുന്നതും എന്നിവിടെ പറയുന്നുണ്ട്. അനന്തരം ബഹിർ ബ്രഹ്മസത്യം പ്രത്യക് പ്രശാന്തം ഭഗവത് ശബ്ദ സത്യം. ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ ആ സത്യത്തെ എങ്ങനെയാണ് സാക്ഷാത്കരിക്കുന്നത്? ഭഗവാൻ വാസുദേവനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ബ്രഹ്മമായിട്ടാണ് മനസ്സിലാക്കുന്നത്. വ്യക്തിരൂപമില്ലാത്ത ബ്രഹ്മമായിട്ടാണ് മനസ്സിലാക്കുന്നത്. യോഗമാർഗത്തിൽ പ്രാണായാമത്തിലൂടെ അഷ്ടാംഗയോഗചര്യ അനുസരിച്ച് യോഗമാർഗത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തികൾ, യോഗികൾ ആ ഭഗവാനെ പ്രത്യക് പ്രശാന്തം, എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന ആ ശാന്തരൂപനായിട്ടുള്ള പരമാത്മാവായിട്ടാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അദ്ദേഹം യഥാർത്ഥത്തിൽ ആരാണ്? ജ്ഞാനമുള്ളവർ അദ്ദേഹത്തിനെ എന്തെന്നാണ് പറയുന്നത്? ഭഗവത് ശബ്ദ സത്യം യത് വാസുദേവം കവയോ വദന്തി. യഥാർത്ഥ ജ്ഞാനമുള്ളവർ ആ പരമസത്യത്തെ ഭഗവാൻ വാസുദേവനായി സാക്ഷാത്കരിക്കുന്നു എന്നാണ് പറയുന്നത്. ബഹൂനാം ജന്മനാം അന്തേ, ഒരുപാട് ജന്മത്തിലെ ജ്ഞാനം ആർജിച്ചത് കൊണ്ട് ഭാഗ്യമുണ്ടാകുന്ന ഒരു വ്യക്തി എന്തു ചെയ്യും? വാസുദേവ സർവമിതി, ഭഗവാൻ വാസുദേവനാണ് പരമസത്യം എന്ന് മനസ്സിലാക്കും. എന്നിട്ട് എന്തു ചെയ്യും? ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിക്കും. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ, ഭഗവാൻ തന്നെ പറയുന്നു. അപ്പോൾ പരമസത്യമായിട്ടുള്ളത് ഭഗവാൻ വാസുദേവനാണ്. സത്യം പരം ധീമഹി. ആ ഭഗവാനും ഭഗവാന്റെ ലോകത്തിനും ഭഗവാന്റെ ഭക്തന്മാർക്കും ഭഗവാന്റെ നിയമങ്ങൾക്കും ഒന്നും യാതൊരു മാറ്റവുമില്ല. ബാക്കി ഭൗതിക ലോകത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും എല്ലാ ധർമ്മങ്ങൾക്കും, ഭൗതികമായിട്ടുള്ള ധർമ്മങ്ങൾക്കും പുണ്യങ്ങൾക്കും പാപങ്ങൾക്കും ഭൗതികമായിട്ടുള്ള നിയമങ്ങൾക്കും ഒക്കെ മാറ്റമുണ്ട്. അതെല്ലാം മാറുന്നതാണ്, ക്ഷണികമാണ്, മായയാണ് എന്ന് ജഡഭരതൻ പറഞ്ഞു കൊടുത്തു. ഭഗവാനും ഭഗവാനുമായി ബന്ധപ്പെട്ട വസ്തുക്കളുമാണ് അക്ഷരമായിട്ടുള്ളത്, മാറ്റമില്ലാത്തത്, പരമസത്യമായിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള ജ്ഞാനമാണ് യഥാർത്ഥ ജ്ഞാനം. ജ്ഞാനം ശുദ്ധമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനമാണ്. ആ ഭഗവാനെ തന്നെയാണ് ജ്ഞാനികൾ ബ്രഹ്മമായിട്ട് മനസ്സിലാക്കുന്നതും ആ ഭഗവാനെ തന്നെയാണ് പരമാത്മാവായിട്ട് മനസ്സിലാക്കുന്നതും. യഥാർത്ഥ ജ്ഞാനം ലഭിച്ചവർ ഭഗവാൻ വാസുദേവനായിട്ട് മനസ്സിലാക്കുന്നതും ആ പരമസത്യത്തെ തന്നെയാണ് എന്ന് പറയും. അപ്പോൾ ഭഗവാൻ വാസുദേവനെ എല്ലാവരും ഒരേപോലെ മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധിക്കുന്നില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ വ്യത്യസ്ത മാർഗങ്ങളനുസരിച്ചും എത്രത്തോളം അവര് മനസ്സിലാക്കിയോ സാക്ഷാത്കരിച്ചോ എന്നതിനും അനുസരിച്ചും ബ്രഹ്മമായിട്ടും പരമാത്മാവായിട്ടും ഭഗവാനായിട്ടും ഭഗവാൻ ശ്രീകൃഷ്ണനെ വ്യത്യസ്ത രീതിയിൽ ജനങ്ങൾ, യോഗികൾ, ജ്ഞാനികൾ മനസ്സിലാക്കും. നേരത്തെ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ പറയുന്ന ഒരു ശ്ലോകം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഭഗവാനെ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കും. യെസ്, വദന്തി തത്വവിദസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത്തെ. ആ ഭഗവാനെ തന്നെയാണ് വ്യത്യസ്ത രീതിയിൽ ആളുകൾ, ജ്ഞാനികളും യോഗികളും മനസ്സിലാക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അദ്ദേഹം ആരാണ്? ഭഗവാൻ വാസുദേവനാണ്, ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമസത്യം എന്നിവിടെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഭഗവാനുമായി ബന്ധപ്പെട്ടത് മാത്രമാണ് സ്ഥിരമായിട്ടുള്ളത്, അക്ഷരമായിട്ടുള്ളത്. ബാക്കിയെല്ലാം ഭഗവാനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതെല്ലാം താൽക്കാലികമാണ്. ഇത് ഭഗവാൻ ചതുശ്ലോകി ഭാഗവതത്തിൽ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുക്കുന്നു അല്ലെ? അഹമേവാസമേവാഗ്രേ, ഞാൻ ഈ സൃഷ്ടിയുടെ മുന്നേ നിലനിൽക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഈ താൽക്കാലികമായിട്ട് ഉള്ള സൃഷ്ടിയെ ആശ്രയിക്കുന്ന വ്യക്തിയല്ല. സൃഷ്ടി നടക്കുമ്പോഴും സൃഷ്ടി ഇല്ലാതാകുമ്പോഴും സംഹാരത്തിന് ശേഷവും ഞാൻ മാത്രമാണ് നിലനിൽക്കുന്നത്. ഞാനുമായിട്ട് ബന്ധപ്പെടാത്തതെല്ലാം മായയാണ് എന്ന് ഭഗവാൻ അവിടെ പറയുന്നു. അതേ കാര്യം തന്നെയാണ് ഇവിടെ ജഡഭരതൻ പറഞ്ഞു തരുന്നത്. ഭഗവാനാണ് പരമസത്യം, ഭഗവാൻ വാസുദേവനാണ് പരമസത്യം. ബാക്കിയെല്ലാം മായയാണ്, താൽക്കാലികമാണ്, നിലനിൽപ്പില്ലാത്തതാണ്. അപ്പോൾ ഒരു ജീവന്റെ ഇഷ്ടമാണ് ഏതിനെ ആശ്രയിക്കണം, എന്തിനെ ആശ്രയിക്കണം എന്നുള്ളത്. താൽക്കാലികമായിട്ടുള്ളതിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, നിലനിൽപ്പില്ലാത്തതിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവൻ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. കാരണം എന്താണ്? അത് നശിച്ചു പോകും, ഞാൻ ആശ്രയിച്ചിട്ടുള്ള വസ്തു അല്ലെങ്കിൽ വ്യക്തി ഇല്ലാതാകും എന്ന് വിചാരിച്ച് അതിനെ നിലനിർത്തണം എന്ന് വിചാരിച്ചു പിന്നെ ഒരിക്കലും സമാധാനം ലഭിക്കില്ല.
പക്ഷെ ഭഗവാൻ ഒരിക്കലും നശിക്കാത്ത വ്യക്തിയായതുകൊണ്ട്, പരമസത്യമായതുകൊണ്ട് ഭഗവാനെ ആശ്രയിച്ചവർക്ക് യഥാർത്ഥ സമാധാനം ഉണ്ടാകും. കാരണം ഭഗവാൻ ഒരിക്കലും ഇല്ലാതാകുന്നില്ല. ഭഗവാൻ എല്ലാ സമയത്തും ഭക്തനെ സംരക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥ ബുദ്ധിമാന്മാർ ഭഗവാനെ ശരണം പ്രാപിക്കും എന്നാണ് പറയുന്നത്. ബുധാ ഭാവസമന്വിത, ഭഗവാനെ മനസ്സിലാക്കി ഭഗവാനെ ശരണം പ്രാപിക്കുന്നവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ, യഥാർത്ഥ അറിവുള്ളവർ എന്നാണ് ഭഗവാൻ ഗീതയിലും പറയുന്നത്. അതുതന്നെയാണ് ഇവിടെ ജഡഭരതൻ പറയുന്നത്. യത് വാസുദേവം കവയോ വദന്തി. കവി എന്ന് പറയുന്നത് യഥാർത്ഥ ജ്ഞാനം ലഭിച്ച വ്യക്തിയാണ്. ആദ്യത്തെ കവി എന്ന് പറയുന്നത് ബ്രഹ്മാവാണ്. ആദ്യമായി ജ്ഞാനം ലഭിച്ചിട്ടുള്ള വ്യക്തി ബ്രഹ്മാവാണ്. ബ്രഹ്മാവ് അത് സാക്ഷാത്കരിച്ചിട്ടുണ്ട്. ആ ബ്രഹ്മാവിന്റെ ഗുരു പരമ്പരയിലൂടെയാണ് ഈ ജ്ഞാനം നമ്മൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഈ ഒരു ജ്ഞാനം നമ്മൾക്ക് ലഭിക്കും? എങ്ങനെ ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിക്കാൻ സാധിക്കും? എങ്ങനെ ഈ ഭൗതികമായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് വാസുദേവ തത്വത്തിലേക്ക് ഭഗവാനെ ആശ്രയിക്കുന്ന നിലവാരത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ആ പരമസത്യത്തെ എങ്ങനെ സാക്ഷാത്കരിക്കാം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ, 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. രഘുഗണേ തപസാനയാതി ന ചേജ്ജയാ നിർവപണാത് ഗൃഹാദ്വാ ന ഛന്ദസാ നൈവ ജലാഗ്നി സൂര്യർ വിനാ മഹത്പാദരജോഭിഷേകം. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് മാത്രം വാസുദേവ സത്വത്തിലേക്ക്, വിശുദ്ധമായിട്ടുള്ള സത്യത്തിലേക്ക്, ഭഗവാൻ ശ്രീകൃഷ്ണനിലേക്ക് അടുക്കാൻ സാധിക്കില്ല, ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഗീതയിലും ഭഗവാൻ ഇത് പറയുന്നു. വിശ്വരൂപം കാണിച്ചതിന് ശേഷം ഭഗവാൻ പറയുന്നുണ്ട്, നാഹം വേദേർന തപസാ ന ദാനേന ന ചേജ്ജയാ ശക്യ ഏവം വിധോ ദ്രഷ്ടും ദൃഷ്ടവാനസി മാം യഥാ. 11ാമത്തെ അധ്യായത്തിൽ 53ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, വേദപഠനം കൊണ്ടോ യജ്ഞാചരണം കൊണ്ടോ തപസ്സുകൾ അനുഷ്ഠിച്ചത് കൊണ്ടോ ദാനങ്ങൾ ചെയ്തത് കൊണ്ടോ ഒന്നും എന്നെ സമീപിക്കാൻ, എന്നെ ശരണം പ്രാപിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ജഡഭരതനും ഇവിടെ പറയുന്നു, രഘുഗണ, അല്ലയോ രഘുഗണ രാജാവേ, നീ പറയുന്ന ഭൗതികമായിട്ടുള്ള ധർമ്മം കൊണ്ടോ രാജധർമ്മം കൊണ്ടോ നീതി കൊണ്ടോ ഒന്നും ആ പരമസത്യത്തെ, ഭഗവാൻ വാസുദേവനെ പ്രാപിക്കാൻ സാധിക്കുകയില്ല. നയാതി ന ചേജ്ജയ, യജ്ഞങ്ങൾ കൊണ്ടോ, നിർവപണ ഗൃഹാദ്വ, ഗാർഹികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള എല്ലാവിധ നിയമങ്ങൾ അനുസരിച്ചത് കൊണ്ടോ, ന ഛന്ദസ, വേദങ്ങളിലെ എല്ലാ ശ്ലോകങ്ങളും പഠിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ വേദങ്ങൾ അനുസരിച്ച് ജീവിച്ചത് കൊണ്ടോ, നൈവ ജലാഗ്നി സൂര്യർ, വലിയ വലിയ തപസ്സുകൾ പഞ്ചാഗ്നി മധ്യത്തിൽ അല്ലെങ്കിൽ സൂര്യന്റെ കീഴെ കൊടും ചൂടിൽ തപസ് ചെയ്തത് കൊണ്ടോ, തണുത്ത ജലത്തിൽ ഹിമാലയത്തിൽ പോയി തപസ് ചെയ്തത് കൊണ്ടോ ഒന്നും ഭഗവാൻ വാസുദേവനെ സാക്ഷാത്കരിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നത് എന്ന് പറയുന്നു. വിനാ മഹത്പാദരജോഭിഷേകം, ഒരു മഹത്തായിട്ടുള്ള ഭക്തന്റെ അനുഗ്രഹം, ആ ഭക്തന്റെ പാദരജോഭിഷേകം, പാദധൂളികൾ ശിരസിൽ അണിയണം. അതായത് ആ ഭക്തൻ പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കണം. അങ്ങനെയാണ് ഒരു മഹത്തായിട്ടുള്ള ശുദ്ധഭക്തന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഭക്തിയിലേക്ക്, ഭഗവാൻ വാസുദേവന്റെ സേവനത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. മറ്റുള്ള പ്രയത്നങ്ങൾ കൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറയും. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ആ ഭക്തൻ ആരാണ്, ആ ശുദ്ധഭക്തന്റെ ലക്ഷണം എന്താണ് എന്ന് പറയുന്നു. യത്രോത്തമ ശ്ലോക ഗുണാനുവാദ പ്രസ്തൂയതേ ഗ്രാമ്യകഥാ വിഘാത നിഷേവ്യമാണോനുദിനം മുമുക്ഷോ മതിം സതിം യച്ഛതി വാസുദേവേ. ആ ഭക്തന്റെ ലക്ഷണം എന്താണ്? ആ ഭക്തൻ ഭഗവാനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. യത്രോത്തമ ശ്ലോക ഗുണാനുവാദ, ആ ഭക്തന്റെ സംസാര വിഷയം എന്തുമാത്രമാണ്? ആ ഭഗവാൻ വാസുദേവൻ മാത്രമാണ്. എല്ലാവരും ഭഗവാനെ ശരണം പ്രാപിക്കണം, ആ ഭഗവാന്റെ ഗുണഗണങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ആ ഉത്തമനായിട്ടുള്ള ഭക്തൻ ചെയ്യുന്നത്. ആ ഭക്തൻ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതിൽ അദ്ദേഹത്തിന് താല്പര്യമില്ല. പ്രസ്തൂയതേ ഗ്രാമ്യകഥാവിഘാത, ഗ്രാമ്യകഥ, ഭൗതികമായിട്ടുള്ള സംസാരം അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ഭക്തന്റെ സാന്നിധ്യം കൊണ്ട്, സമ്പർക്കം കൊണ്ട് ഒരു വ്യക്തിക്ക് മുക്തിയോടുള്ള ആഗ്രഹം പോലും നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. മുക്തി വേണ്ട, എനിക്ക് ഭക്തി തന്നാൽ മതി എന്നുള്ള ഭാവത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ ഭക്തൻ ആരാണ്? നമ്മുടെ ഗുരുപരമ്പരയിൽ വരുന്ന ഭക്തന്മാർ,
അല്ലെ? ശീലപ്രഭുപാദ, നമ്മുടെ ഏറ്റവും തൊട്ടടുത്തുള്ള ഭക്തൻ, നമ്മുടെ ഗുരുക്കന്മാർ, ഗുരു മഹാരാജ്, അങ്ങനെയുള്ള ശുദ്ധഭക്തന്മാർ, അവരുടെ പാദധൂളി, അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് ഈ ഭക്തിയിലേക്ക്, ഭഗവാൻ വാസുദേവനെ അറിയുന്ന നിലവാരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അതിനുള്ള മാർഗമായിട്ട് പറയുന്നത്. ആ ഭക്തിയിലേക്ക്, ഭഗവാൻ വാസുദേവന്റെ ഗുണത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗമായിട്ട് രഘുവരൻ രാജാവിന് ജഡഭരതൻ പറഞ്ഞു. അടുത്ത ശ്ലോകങ്ങളിൽ ജഡഭരതൻ സ്വന്തം അനുഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത് വെറുതെ തിയറി പറയുന്നതല്ല, എന്റെ അനുഭവത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് ജഡഭരതൻ പറഞ്ഞു കൊടുക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. നമ്മൾക്ക് അടുത്ത ദിവസം നോക്കാം. നമ്മൾക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ജയ ശ്രീമദ്. ഹരേ കൃഷ്ണ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ